ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ ആകെ ജുജു മാത്രമേ ഉള്ളൂ. ഡുഡുവിന് വയ്യൊക്കെ. അപ്പം നമ്മളിന്ന് ലഞ്ചും ലേറ്റ് ലഞ്ചാണ്. സൺഡേ ബ്രഞ്ച് എന്ന് വേണമെങ്കിൽ പറഞ്ഞു. ബ്രഞ്ച് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം ഞാൻ എണീച്ചപ്പോൾ തന്നെ 12 മണിയായി ഗൈസ്. ഉറക്കമൊക്കെ ഭയങ്കര സീനാണ്. അതായത് 4 മണി വരെ ഉറക്കം വരില്ല. ഐ ഡോണ്ട് നോ, ഐ എം ട്രൈങ്. 4 മണിയാകുമ്പം എങ്ങനെയൊക്കെയോ ഉറങ്ങും. പിന്നെ എണീക്കുന്നത് 10-11 മണി വരെ. അപ്പം എന്തായാലും അവേഴ്സ് ഓഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ട്, അതൊരു സമാധാനമുണ്ട്. പക്ഷെ ഭയങ്കര ഡിസ്റ്റർബ് സ്ലീപ്പാണ്. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ്. അപ്പം ഇന്ന് എണീച്ചപ്പോൾ തന്നെ 11:30 ആയി. പിന്നെ എവളും ഭയങ്കര വിശക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെ പോകുന്നു? കോസി പോവാം. അവിടെ സീറ്റ് കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും പോയി നോക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം പരിപാടിയാണ്, അവിടെ കിട്ടിയില്ലെങ്കിൽ വേറൊരു സ്ഥലം. അപ്പോൾ ആദ്യം കോസ് എന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ പ്ലാൻ ജന്ന ട്രങ്ക് ഷോ എന്നുള്ളൊരു പോപ്പപ്പ് ഇവന്റ് നടക്കുന്നുണ്ട് വിവാന്തയിൽ, താജ് വിവാന്തയിൽ. അപ്പോൾ അവിടെ പോയിട്ട് 2-3 ഡെസേർട്ടിന്റെ സ്ഥലങ്ങളുണ്ട്. എവള് പറഞ്ഞിട്ടാണ്, ഇവൾക്ക് തിരമിസു എൻ്റെതാണ്. എനിക്ക് അവിടുത്തെ ഇവിടെ എന്തോ തിരമോർ എന്ന് പറഞ്ഞിട്ട് ബൈ എൽസ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പം വൺ ഓഫ് ദി ബെസ്റ്റ് തിരമിസു എന്ന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കുറേ പേര് പറഞ്ഞായിരുന്നു ഇത് മസ്റ്റ് ഹാവ് ആണെന്ന്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ രാത്രി ഓർഡർ ചെയ്തായിരുന്നു അവരുടെ അടുത്ത് നിന്ന്. പക്ഷെ അന്ന് കിട്ടിയത് എനിക്ക് ഫ്രോസൺ ആണ്. ഞാൻ പുള്ളിക്കാരിയെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം വെളിയിൽ വെച്ചിട്ട് തിന്നണമായിരുന്നു. ഞാൻ എന്ത് ചെയ്തത്, നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടിയപ്പോൾ രാത്രി 12 മണിയായി. മറ്റേ പോർട്ടർ വഴിയാണ് വരുത്തിയത്. ആ സമയത്ത് വെയിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല, അപ്പം തന്നെ എടുത്ത് തിന്ന്. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആയി. സോ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് അവരുടെ സ്റ്റോളിൽ പോയിട്ട് ഡയറക്റ്റ്ലി അത് കഴിച്ച് നോക്കാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്തായാലും തിരമിസു ഫാനായ ഞാനത് കഴിക്കാതിരിക്കുന്നത് മോശമാണല്ലോ. പിന്നെ ഒരു പുഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുള്ള എവള് പറഞ്ഞു തന്നത്, വാട്ട് ഈസ് ദാറ്റ്? സ്കൂപ്പ് അപ്പ് കുക്കി സാധനമുണ്ട് കേസ്. അതൊരു പുഡിംഗ് പോലെ ഇരിക്കും. കുക്കീസ് ഇങ്ങനെ മുകളിൽ അതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് തരും. സാധനം കണ്ടിട്ട് കൊള്ളാം. നമ്മൾ പോയി അത് ടേസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്. പിന്നെ എവർക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അതും നോക്കാന്നുള്ളൊരു പരിപാടിയിലാണ് പോകുന്നത്. ഞാൻ ഇങ്ങനത്തെ ഇവന്റിന് പോകാറില്ല നോർമലി, ബിക്കോസ് ഇത് ലേഡീസ് ഓൺലി ഇവന്റ് ആണെന്ന് തോന്നുന്നത്. ലേഡീസ് ഓൺലി അല്ല, ആണുങ്ങളും വരാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പം എവളുള്ളതുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് പോകില്ല കേസ്. എനിക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് നമ്മൾ പതുക്കെ ഈ ഒരു ഡെസേർട്ട് സാധനങ്ങളും വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഡുഡുവിനുള്ളത് പാർസലും വാങ്ങിക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ ലെറ്റ്സ് സീ. ഇത് രണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അങ്ങനെ ഗൈസ്, നമ്മൾ കോസ് കഫേയിൽ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഗൈസ്, ഫുൾ ഹൗസാണ്. എനിക്ക് വീക്കെൻഡ് ആയതിൻ്റെ സമയത്ത്, വീക്കെൻഡ് അല്ല, വീക്ക് ഡേയ്സിലും നല്ല തിരക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല എക്സ്ട്രാ തിരക്കാണ്. അപ്പം നമ്മളിവിടെ ഒരു ചിക്കൻ ബുറീറ്റോ ബൗളും ഒരു പോളോ അസാഡോ വിത്ത് അറൈസ് വെർഡേ എന്ന് പറഞ്ഞിട്ടൊരു സിലാൻഡ്രോ ബേസ്ഡ് റൈസ് ബോൾ വിത്ത് ഗ്രിൽഡ് ചിക്കനും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു ലിംക ബേസ്ഡ് ഡ്രിങ്കും പറഞ്ഞിട്ടുണ്ട്, കോസ്മിക് കിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പേര് കേട്ടിട്ട് ഞാൻ ആലോചിച്ചത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത് മെയിൻലി ലൈമും ലിംകയും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഫിസി ഡ്രിങ്കാണ്. എവളൊരു പീച്ച് ഐസ്ക്രീമാണ്. നമ്മളിത് കുടിച്ചിട്ട് ആ ട്രങ്ക് ഷോയ്ക്ക് നമ്മളിത് കഴിച്ചിട്ട് നമ്മൾ ആ ട്രങ്ക് ഷോയ്ക്ക് പോകാനുള്ള പ്ലാനാണ് ഗൈസ്. അപ്പം ലെറ്റ്സ് സീ. ഫുഡ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. മെക്സിക്കനാണ് ഇന്ന് മൊത്തം സാധനം വരട്ടെ ഗൈസ്, ഇന്ന് കാണിക്കാം ഗൈസ്. ഇതാണ് എൻ്റെ കോസ്മിക് കിസ്. ഇതാണ് അവളുടെ പീച്ച് ഐസ് ടീ. പീച്ച് ഐസ് ടീ ഏറ്റവും നല്ല ഐസ് ടീ അതാ, ഗ്രാനേര തന്നെയല്ലേ. അപ്പോൾ ഗൈസ് ഇവിടെ കോസ്മിക് കിസ്സും കൂടെ കുടിച്ചു നോക്കട്ടെ. അത് കലക്കണമാണ്. അതൊക്കെ ഒരു ഇതാണ് സാധനം. ഫുൾ സിട്രസ് ബേസ്ഡ് സാധനമാണ്. ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ട്രൈ. ഫുൾ ടോണിക് വാട്ടർ. ലിംക എന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നോസ്റ്റാലജി അടിച്ചു കേസ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ലിംക ഈസ് ഓൾവേസ് ഒരു ലെമണി ഫ്ലേവർ സാധനമാണ്, നമ്മുടെ 7up ഒക്കെ പോലെ. ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പതുക്കെ സംസാരിക്കുന്നത്. ഓ, ദിസ് തിങ് ഇസ് ഗുഡ്. ഒരു ഗുവാവയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, പേരക്കയുടെ ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നല്ല സാധനം, അടിപൊളി സാധനം, വെരി റിഫ്രഷിങ്. അപ്പോൾ എന്തായാലും ഗൈസ് ഫുഡ് വരട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ അതിന് ഫുഡ് വരട്ടെ. ജുജു, ട്രൈ ദിസ്. How's it? It tastes like a mojito. What mojito? What flavor do you get it from? I taste mint. Best. Mint is only for decoration. No, but I do taste. Tasty and butter. Mint alla, it's more like lime, lemon. Yeah. ചെറിയൊരു ഗുവാവ ഫ്ലേവർ കിട്ടിയത്. ഗുവാവയുടെ ചെറിയൊരു ഗുവാവയുടെ സിറപ്പ് ഉണ്ടോ ആഡ്? There's like some taste. I'm not sure. But it's super refreshing. Yeah. This is also. അവളുടെ ഐസ് ടീം നോക്കിച്ചോട്ടെ. This, I told you, this straw is so annoying. ഈ സ്ട്രോ പൊട്ടിയടി. That's why it's not coming. Actually it broke from the middle. It can come, but like it's really. വേറെ സ്ട്രോ പറയാം. അപ്പോൾ ശരി കേസ്. പോളോ അസാഡോ അറോസ് വെർഡേ, അതാണ് കേസ് ഇതിൻ്റെ പേര്.
സൂപ്പർ സാധനം, കാണാനൊക്കെ അടിപൊളിയാണ്. ഗ്രിൽ ചിക്കനും സിലാൻഡ്രോ ബേസ്ഡ് റൈസുമാണ്. അതിനെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറയാതെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഫുൾ മെക്സിക്കൻ ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഇതാണ് അവളുടെ ബൊറീറ്റോ ബൗൾ. ദിസ് ലുക്സ് ലൈക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. മെക്സിക്കൻ മറ്റേ ഗുവാക്കമോളയും ബീൻസ്, റെഡ് ബീൻസിൻ്റെ സാധനവും മറ്റേ ടൊമാറ്റോ സാൽസ പോലത്തെ നാച്ചോസ് എല്ലാം ഉണ്ട്. ഇതെന്തായാലും ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. മറ്റത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ സാധനം, ആ ബോൾ. അപ്പോൾ എന്തായാലും ഗൈസ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ടേസ്റ്റ് ദിസ് തിങ്. ആദ്യം റൈസ് ടേസ്റ്റ് ചെയ്താൽ ആ ഗ്രീൻ സോസ് ഇസ് ഓൾസോ ഗുഡ്. അവിടെ ഈ ഒരു സാധനം കൊള്ളാം. ഇതെന്തോ മെക്സിക്കൻ സോസാണ്, മയണൈസൊക്കെ ഉണ്ട്. അത് ഈ ചോറും കൂടെ തിന്നാവും. എത്ര പേര് എന്നെ പോലെ ഫോർക്ക് വെച്ച് ചോറ് തിന്നുന്നവരുണ്ട്? അതിന് ഫ്രീയാണ്, അല്ലാതെ സ്പൂൺ വെച്ചാണ് ചോറ് കഴിക്കുന്നത്. എനിക്ക് എന്താണെന്ന് അവിടെ നീ ഫോർക്ക് വെച്ചാണ് കഴിക്കുന്നത്. നീ ഹൗസ് ദ റൈസ് ബൗൾ ബുറാറ്റോ ബുറീറ്റോ ബുറാറ്റോ ബുറാറ്റോ ചീസ് ബുറാറ്റ. ദിസ് ഈസ് ബുറീറ്റോ റൈസ് ബൗൾ. It tastes really good. It has everything in it. There's like salsa, there's beans, there's avocado, like guacamole, there's chicken, there's like this sour cream. Chips. Yeah, everything is there. Let me try it. Let me try it. Oh, നല്ല ഫ്ലേവർ ചിക്കൻ. കൊള്ളാം, അടിപൊളി. അത് പ്രോപ്പർ ഒരു മെക്സിക്കൻ ബൗൾ. എൻ്റെ ചിക്കൻ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, അതുകൂടെ മാറി. അതായത് ഈ ചിക്കൻ തന്നെയാണെന്ന് തോന്നുന്നു അതിലും ഇടുന്നത്. അത് സെയിം ലുക്ക് കണ്ടിട്ട് സെയിം ആണോ? ഓ ദിസ് ഈസ് ഗുഡ്. ഓ ഇതൊരു രക്ഷയില്ല കേട്ടോ ഗൈസ്. വെരി ഹെൽത്തി ആൻഡ് വെരി ടേസ്റ്റി. ലൈക്ക് ഗൈസ് പ്രോപ്പർലി ബാലൻസ്ഡ് മീലാണ്. ക്വാണ്ടിറ്റി വലിയ സീനൊന്നുമില്ല. ഫ്ലൈറ്റ് കുറച്ച് പരന്നതാണ് തോന്നണം, ഒരുപാടുണ്ട്. ഗ്രിൽ ചിക്കൻ കൊള്ളാം, നല്ല ടേസ്റ്റ് ആണ്. ഒരു മാരിനേഷൻ അടിപൊളി. സോ എന്തായാലും കഴിച്ചിട്ട് തരാം ഗൈസ്, അടിപൊളി ഫുഡ്. ആ ഒരു ഈച്ച ഇത് മൃണാലിൻ്റെ കട പോലെയായി. ഹെഡ് ഓക്കെ ഒരു ഈച്ചാണ് ശല്യം ചെയ്യുന്നുണ്ട്. ഞാൻ അടിച്ചു ഓടിക്കട്ടെ. ഇഷ്ടപ്പെട്ടു, നല്ല ഫ്ലേവർ. ഇത് സിലാൻഡ്രോ ഒക്കെ ഉണ്ട്. അത് കേസ് ആ ഒരു ചിലർക്ക് ഈ ഗ്രീൻ സാധനം ഇഷ്ടമല്ല, ലീവ്സ് ഒക്കെ ഇട്ടിട്ടുള്ള റൈസ്. പക്ഷെ ഇത് കറക്റ്റ് ബാലൻസ്ഡ് ആണ്. അതായത് ആ പച്ച സാധനങ്ങളുടെ ഒന്നും ടേസ്റ്റ് ഒത്തിരി കയറി ഓവർ പവറിംഗ് ഒന്നും ഇല്ല. അവിടെ പറഞ്ഞ പോലെ ഇതാകുമ്പോൾ ആ ചിക്കനും ആ ഒരു ഗ്രീൻ സോസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അടിപൊളി. 2 റൈസ് ബോളും പൊളിയാണ് ഗൈസ്. എന്താ നിങ്ങൾ കോസ്റ്റിൽ വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ 2 സാധനങ്ങളാണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഹെൽത്തി ബാലൻസ്ഡ് മീൽസ്. എന്താണ് അത് ട്രൈ ചെയ്തത് നന്നായി. ഞാൻ അറിഞ്ഞ പോലും ഇല്ല ഇങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. എൻ്റെ ഫ്രൈഡ് റൈസ് കഴിഞ്ഞിട്ട് ഉള്ള ഫേവറേറ്റ് ഇതാണ്. എവളുടെ ന്യൂ ഫേവറേറ്റ് ഇതാണ് ഈ റൈസ് ബുറീറ്റോ ബൗൾ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം. എന്നിട്ട് നേരെ ട്രങ്ക് ഷോയ്ക്ക് പോകണം. ഇന്നത്തെ ബിൽ 1711 രൂപ. ഈ ബുറീറ്റോ ബൗളിന് എത്ര? 550. 2 ബൗളിനും 550 റേറ്റ്. സോ ഗൈസ് അപ്പം അതാണ് ഇവിടുത്തെ പുതിയ റൈസ് ബോളിൻ്റെ റേറ്റ്. സോ വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, സൂപ്പർ സാധനം. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഗൈസ് റൈസ് ബോൾ കഴിച്ച് നമ്മുടെ അടപ്പിളവി. അവൾക്കും അനങ്ങാൻ വയ്യ, എനിക്കും അനങ്ങാൻ വയ്യ. പക്ഷെ നല്ല അടിപൊളി റൈസ് ബോൾ കേട്ടോ. 550 യെസ്, ബിക്കോസ് ഇറ്റ്സ് മെക്സിക്കൻ ആ ഒരു സ്റ്റൈലിൽ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ്സ് വർത്ത് ദ പ്രൈസ്. അത്യാവശ്യം നല്ല വെജിറ്റബിളും നല്ല ഫില്ലിങ്. വിചാരിക്കുക ആ വെജിറ്റബിൾ കൂടെയൊക്കെ തിന്നുമ്പോൾ ഉണ്ടല്ലോ അനങ്ങാൻ പറ്റില്ല. വെജിറ്റബിൾ തന്നെ അവസാനമായപ്പോൾ വെജിറ്റബിൾ മൊത്തം തിന്നാൻ നോക്കിയിട്ടും പറ്റില്ല. അതൊരു സാലഡ്, ഹാഫ് പ്ലേറ്റ് സാലഡാണ്. സോ ലൈക്ക് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ്. പുറത്തിറങ്ങിയപ്പോൾ തിന്നേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് മീൽ ടു ഹാവ്. ഇപ്പോൾ വെളിയിൽ ഇറങ്ങുകയും വേണം എന്നുള്ളൊരു സെറ്റപ്പ് വരുമ്പോൾ ഇത് എനിക്കൊക്കെ പറ്റിയ സംഭവമാണ് ഗൈസ്. വീട്ടിലെ മീലിലാണ് ഞാൻ ഇനി പ്ലാൻ ചെയ്യുന്നത് ഫുള്ള് കഴിക്കാനായിട്ട്. സോ അപ്പോൾ ഇങ്ങനത്തെ പുറത്തിറങ്ങുന്ന ടൈമിൽ ഇങ്ങനത്തെ മെക്സിക്കൻ അതിലോട്ട് മാറിയാലോ എന്ന് ആലോചിക്കാം. ബിക്കോസ് ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ബോഡിക്ക് ആവശ്യമുള്ള കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ കയറുമല്ലോ. ഹൗ ഡിഡ് യു ലൈക്ക് ദ ബുറീറ്റോ ബൗൾ ജിജു? അവള് മടാൻ തിന്ന കേട്ടാ. നാച്ചോസും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചിപ്സും ചോറും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം നൈസ് സംഭവം. അത് ഇഷ്ടമുള്ളവർക്ക് അതും നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ജന്ന ട്രങ്ക് ഷോയിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ടാണ് ഡെസേർട്ട് ഹെൽത്തി കഴിച്ചതിൻ്റെ അൺഹെൽത്തി വെർഷൻ നമ്മളിപ്പോൾ കാണിച്ചു തരാം. എനിക്ക് ആ തിരമോർ എന്ന് പറഞ്ഞ സാധനം, ആ തിരമിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് നല്ല പ്രോപ്പറായിട്ട്. പിന്നെ ആ പുഡിങ്, ആ സ്കൂപ്പ് അതിന് പേരെപ്പോഴും ഞാൻ പറഞ്ഞു, സ്കൂപ്പ് കുപ്പീസ്, കുപ്പി ആ പോപ്പ് സ്കൂപ്പ് കുക്കീസ്. അതുപോലെ കുക്കീസിൽ ഇങ്ങനെ അവർ തോണ്ടി എടുക്കുക. ആ സാധനമാണ് നമ്മൾ കാണിച്ചു തരാം. നോക്കട്ടെ, അതിനകത്ത് ക്യാമറ കയറ്റമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ട്രൈ അല്ലെങ്കിൽ ഫോണിൽ എടുക്കാം. അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മൾ നേരെ താജ് വിവാന്ത കൊച്ചി. നല്ല തിരക്കായിരിക്കും, കണ്ടറിയാം. നമ്മളെ ഒറ്റ എഴുത്തുകാരനോട് നമ്മൾ പോണത് അവിടെ. എന്തായാലും നോക്കാം കഴിച്ച്. ഡെസേർട്ടിനും കൂടെ വേണ്ടി
നമ്മൾ ഈ ഒരു ത്യാഗം എന്തായാലും ചെയ്യുന്നതായിരിക്കും. പോയിട്ട് തിരക്കൊന്നും നമ്മൾ മക വയ്ക്കുന്നില്ല, നേരെ പോകുന്നു, ഗീവ് തിരമിസു ഗീവ് പുഡിങ് എന്ന് പറഞ്ഞിട്ട് സാധനം വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ വരും. അപ്പോൾ ശരി കഴിച്ചു. എന്നാലും അത് നമുക്ക് പാർസലും വാങ്ങിക്കാൻ മറക്കണ്ട, ഡുഡു അവിടെ ഇരിക്കും. അപ്പം ശരി കഴിച്ച് കാണാം. ഇതിന്റെ അകത്താണ് ഫയർ. ഇവിടെ നിന്ന് പോവാം. ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ തീപിടുത്തം, മറ്റേ സൈഡിൽ പാർക്കിംഗ് ഇല്ല. ഈ ഇവന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, കുറച്ച് പാർക്കിംഗ് ഉള്ള വല്ല സ്ഥലത്ത് തന്നെ കൊള്ളാൻ. താജ് വിവാന്റെ കൊണ്ടൊന്ന് പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വന്നിട്ട് അവർ കംപ്ലീറ്റ് പേ ആൻഡ് പാർക്ക് വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. കയറാൻ ഒരു വഴിയില്ല. പൂവർ ജിജു ആ തിരമിസുക്ക് ഒരുപാട് സ്വപ്നം കണ്ടതായിരുന്നു. സ്കൂപ്പ് കുക്കീസും മറ്റത് മറിച്ചതും ഒന്നും നടന്നില്ല ഗൈസ്. നമ്മളെ പ്ലാൻ ഫ്ലോപ്പ്. ഫുൾ ഫയർ എഞ്ചിനുകളാണ് ഗൈസ്. ഇവിടെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ തീ പിടിച്ചായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അതുവഴി പാസ് ചെയ്ത് വന്നേ ഉള്ളൂ. പിന്നെ ആ ഗൈസ് ഒരു ട്രാഫിക് നല്ല ട്രാഫിക്കും ഉണ്ട്. സോ നമ്മൾ ആ ഇവന്റ് വേണ്ടാന്ന് വെച്ചു ഗൈസ്. നമുക്ക് തിരമിസു നമ്മൾ ഹയാത്തി പോയി കഴിക്കാന്ന് വെച്ചു. ഇവർക്ക് എന്തായാലും തിരമിസു കഴിക്കാൻ വേണ്ടി അവൾ ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും തിരമിസു വാങ്ങിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യം. തിരമിസോ പുഡിങ്ങോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഹോം ബേക്കേഴ്സിൻ്റെ ഒന്ന് വാങ്ങിച്ച് തിന്നാന്ന് വിചാരിച്ചപ്പോൾ അത് നടക്കൂല. ഇവരുടെ മുടിഞ്ഞ തിരക്ക് അവിടെ. മാത്രമല്ല ഞാൻ അവിടെ ഒരു 4 റൗണ്ടെങ്കിലും അടിച്ചു. ആ ഒരു ഫുൾ വിവാന്റെ ആ ഒരു സർക്കിള്. ഇനി എനിക്ക് വട്ടം കറങ്ങാനുള്ള ശേഷിയില്ല കേസ്. അത് ഞാൻ വെച്ച് ഹയാത്തിലെങ്കിലും ഹയാത്തിൽ പോയിട്ട് നോക്കാം. സൺഡേ ആണ് എല്ലായിടത്തും തിരക്കുണ്ട്, അത് വേറൊരു കേസ്. സോ ലെറ്റ്സ് സീ ഗൈസ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് തിരമിസു ഇവിടെ കിട്ടും, അതായത് സെർനോയിൽ കിട്ടും. വിൽ ഗോ ടു സെർനോയ. അവിടെ ആകുമ്പോൾ വേറെയും കുറെ നല്ല ഡെസേർട്ട്സ് കിട്ടും. അപ്പൊ ഐസ്ക്രീമും എല്ലാം ഉണ്ട്. അവർക്കും അതാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും ഹയാത്തും ക്യാൻസൽ ഗൈസ്. അപ്പൊ നേരെ സെർനോയിലോട്ട് പോവാം. ബൈ ഗൈസ്. ജുജുവിന് ജെലാറ്റോ മതിയും. അപ്പൊ തിരമിസു വേണ്ടല്ലോ. അപ്പൊ ഡുഡുവിന് തിരമിസും വാങ്ങിച്ച് ഞാനും ഒരു തിരമിസും കഴിച്ചിട്ട് പോവാം ഗൈസ്. നമ്മൾ ഇവരുടെ ഡച്ച് സ്പെഷ്യാലിറ്റി ചോക്ലേറ്റ് ചീസ് കേക്ക് ഒക്കെ വാങ്ങിക്കാന്നുള്ള പ്ലാനിലാണ്. അത് റയാക്കി നിനക്കെന്താണോ? അതെ സൂപ്പറായിട്ടുള്ള. ഓക്കെ ഗൈസ്, നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് തരാം. ഇതാണ് ഗൈസ് ഒജിറാമൻ. അല്ല ഒജിറാമൻ. ഇതാണ് ഗൈസ് സെറനോയ. നല്ല വൈബ് സ്ഥലമാണ് ഗൈസ്. വന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ തന്നെ ഒജിറാമൻ ഉണ്ട്, സെറനോയ ഉണ്ട്, പിന്നെ ഈ ഒരു സെറനോയുടെ ജലാറ്റോ ഏരിയ ഉണ്ട്. ഇതിൻ്റെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ ഡാൽമയൊക്കെ ഉണ്ടായിരുന്നു. ഡാൽമ മറ്റേ ഫെയറിന് പോകാൻ ജന്ന ട്രങ്ക് ഷോയ്ക്ക് ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. പുള്ളിക്ക് പാർക്കിംഗ് കിട്ടിയ ഭാഗ്യം. നമുക്ക് പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ സെറനോയിലെത്തി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ നമുക്ക് പ്ലാനാണ് കഴിച്ച്. ഡിന്നർ എന്തെങ്കിലും ഇറങ്ങാൻ നോക്കാം. ഡിന്നർ ഇറങ്ങുന്നുണ്ടോ നമ്മൾ? അത് ശരിയാണ്. ഓടെ വീട്ടിൽ ചെന്നിട്ട് ഡുഡുവിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടോ നോക്കിയിട്ട് വീൽ പ്ലാൻ സംതിങ് ഔട്ടിങ്. അപ്പം എന്നാൽ അതും കൂടെ കാണും ഈ വ്ളോഗിൽ. നിങ്ങളൊരു ഹായ് കാണിച്ചാൽ വെൽ നോൺ ഫോട്ടോഗ്രാഫർ മിസ്റ്റർ അനൂപ് ചാക്കോ. വെൽക്കം ടു മൈ വ്ളോഗ്. ജസ്റ്റ് ഒന്ന് കാപ്പി പിടിക്കണം. അങ്ങനെ ഗൈസ് എൻ്റെ പാഷൻ ഫ്രൂട്ട് റിഫ്രഷർ വന്നിട്ടുണ്ട്. സ്പാർക്ലിംഗ് വാട്ടറും പാഷൻ ഫ്രൂട്ട് കോൺസെൻട്രേറ്റുമാണ് സംഭവം. യു ഹാവ് ടു ആക്ച്വലി മിക്സ് ഇറ്റ്. അടിയിലാണ് അതിൻ്റെ കോൺസെൻട്രേറ്റ് കിടക്കുന്നത്. ഇവിടെ നല്ല രസമുണ്ടല്ലേ വന്നിരിക്കുക. ലൈക്ക് ഗുഡ് സ്പോട്ട് ടു ജസ്റ്റ് ചിൽ. ഈ കഴിച്ച സാധനം വേണ്ട. എങ്ങനെ വാട്ട്സ് ദ ടേസ്റ്റ് ലൈക്ക്? Caramel. And then it's like a waffle taste. Should actually give me a bite. Guys, ഇത് ഒരു ഡച്ച് very different taste, no? I think it has cinnamon. Honey ഉണ്ടോ? Cinnamon? Very sticky. I think it's caramel. സംഭവം കൊള്ളാം guys. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒരു പുതിയ തരം ടേസ്റ്റാണ്. നത്തിങ് യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ കേരള. നമ്മൾ കേരളത്തിൽ കഴിച്ച് വന്ന സാധനങ്ങളെ പോലെയല്ല, കുറച്ചൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പാഷൻ ഫ്രൂട്ട് കോൺസെൻട്രേറ്റും സ്പാർക്ലിംഗ് വാട്ടറും കൂടെ ഇട്ടിട്ടുള്ളൊരു സംഭവം. റിയലി ടേസ്റ്റി ഗൈസ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു സോസേജ് റോൾ, ഹണി മസ്റ്റേർഡ് സോസേജ് റോളാന്ന് തോന്നുന്നു. സോസേജ് കഴിച്ചുകൂടാ, പക്ഷേ ഗുഡ്. ഹീറ്റ് കൊണ്ട് ചെയ്യുമ്പോണ്ടല്ലോ കിട്ടില്ല ടേസ്റ്റ്. മസ്റ്റ് ഹാവ്. എന്നാൽ ഞാൻ കഴിച്ചിട്ട് വരാൻ കഴിയും. നല്ല കട്ടിയുണ്ട് കേട്ടോ, സോഫ്റ്റ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ബട്ടറും ക്രീം ചീസോ ബട്ടർ ഫില്ലിംഗ് ആണ്, ക്രീം ഫില്ലിംഗ് ആണ് ഗൈസ്. ട്രൈ ചെയ്തോ വേണം. ഓ ദിസ് തിങ് ഈസ് ഹെവി സാധനം. എന്നാൽ ഒരുമാതിരി റിയൽ ക്രീം ബട്ടർ ക്രീമി ബട്ടർ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തേക്കുന്ന മാത്രം ടേസ്റ്റാണ്. ഓ ഇനി പോയി സോ ഗുഡ്. ഇത് റിച്ച് ടേസ്റ്റാണ് ഗൈസ് ഈ സാധനം. രുചു അവിടെ സോസേജ് റോൾ. There's cheese in it. ഇത് ഹീറ്റ് ചെയ്തതാണ്. ദാറ്റ്സ് റിയലി ഗുഡ്. എന്തായാലും ഗൈസ്
ട്രൈ ചെയ്ത് പോവുക. സെറനോയ എന്നാണ് പേര്, കച്ചേരിപ്പടിയില. നൈസ്, നല്ല ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ചെയ്യും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. സോ എനിവേസ് തീർച്ചയായിട്ടും വരാം ഗൈസ്. ജലാറ്റോ ബൈ സെറനോയ ഗൈസ്. അത്യാവശ്യം നല്ല ജലാറ്റോ ആണ് ഗൈസ്. വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് ഗുഡ്, റിയലി ഗുഡ്. ഇതാണ് സിംഗിൾ സ്കൂപ്പ്. അത് പിന്നെ വലിയ ആക്രാന്തമൊന്നുമില്ല. എന്തായാലും ശരി ഗൈസ്, ഒന്ന് തുടങ്ങിയിട്ടിടാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരമിസു കിട്ടിയില്ല നമുക്ക്, നല്ല ലൈറ്റിങ്. അപ്പം ഇനി നേരെ വീട്ടിൽ വെളിയിലടി അവിടെയല്ല, ഇങ്ങോട്ടാ ഔട്ട് സൈഡ്. അപ്പോൾ എന്തായാലും കഴിച്ച് ഫുഡൊക്കെ ഇനിയിപ്പം ഡിന്നർ കഴിക്കാൻ ഇറങ്ങുമെന്ന് അറിഞ്ഞൂടാ, വീട്ടിൽ ചെന്നിട്ടേ അറിയത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഔട്ട്രോ വീട്ടിൽ എത്തിയിട്ട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം വീട്ടിൽ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. ജിജുവും തളർന്നു, ഞാനും തളർന്നു. നമുക്കിനി ഒന്നും തിന്നാനുള്ള ശേഷിയില്ല. സോ വാട്ട് വി തോട്ട്, ഇന്ന് നേരത്തെ വീട്ടിൽ കയറാം, എന്നിട്ട് ഇതിരുന്ന് എഡിറ്റ് ചെയ്യാം. വ്ളോഗ് എഡിറ്റിംഗ് ആണ് ഏറ്റവും വലിയ പാട് കേസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിന്നർ വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിക്കാന്നുള്ള പ്ലാനാണ് കേസ്. വെളിയിൽ പോകാനുള്ള ബിക്കോസ് ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് റോഡിൽ, അതിനെക്കാട്ടി വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എനിവേസ് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ടേക്ക് കെയർ. ബൈ ജുജു. അല്ല ബൈ ജുജു, ജുജു ബൈ പറ. I did say bye. Bye. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ see you on the next vlog. Bye.